നമസ്കാരം, സ്റ്റാർട്ടപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. പാലക്കാടൻ കോട്ട കീഴടക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് മണ്ഡലത്തിൽ UDFന് ഉജ്ജ്വല വിജയം. ചേലക്കരയിൽ LDF നിലനിർത്തി. ചേലക്കരയിൽ LDF നേടിയത് മിന്നും വിജയം. UR പ്രദീപിന്റെ വിജയം 12,201 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് BJPക്ക് വൻ തിരിച്ചടി. UDFന് നേട്ടം, നില മെച്ചപ്പെടുത്തി LDF. UDF വിജയത്തിൽ എങ്ങും ആഹ്ലാദ പ്രകടനം. ദേശീയപാത റോയൽ ജംഗ്ഷൻ സമീപം ലോറി കയറി കുടുംബനാഥൻ മരിച്ചു. മഞ്ഞപ്ര 6-ാം തൊടി 4 സെന്റ് നാരിയാണ് മരിച്ചത്. 50 വയസ്സായി. വാർത്തകൾ വിശദമായി. പാലക്കാട് കോട്ട കീഴടക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് മണ്ഡലത്തിൽ UDFന് ഉജ്ജ്വല വിജയം. ചേലക്കരയിൽ LDF നിലനിർത്തി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയത്തോടെ UDF മണ്ഡലം നിലനിർത്തി. 18,840 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടം വിജയിച്ചു കയറിയത്. രണ്ടാം സ്ഥാനത്തെത്തിയ NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ 39,549 വോട്ട് നേടി. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി P സരിൻ 37,293 വോട്ട് നേടി മൂന്നാമതെത്തി. പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ BJPയെ പിന്തള്ളി വമ്പൻ മുന്നേറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചത്. 4,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം നഗരസഭയിൽ മാത്രം UDFന് നേടാനായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് UDFനും LDFനും വോട്ട് വർദ്ധിച്ചപ്പോൾ BJPക്ക് 10,000-ഓളം വോട്ടിന്റെ കുറവുണ്ടായി. ചേലക്കരയിൽ LDF നേടിയത് മിന്നും വിജയം. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് 12,201 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ മുന്നിട്ട് നിന്ന LDF സ്ഥാനാർത്ഥി ഒരു ഘട്ടത്തിലും പിന്നോട്ട് പോയില്ല. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുൻ MP രമ്യ ഹരിദാസ് രണ്ടാം സ്ഥാനത്തെത്തി. LDF സ്ഥാനാർത്ഥി UR പ്രദീപിന് 64,827 വോട്ട് ലഭിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് 52,626 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. BJP സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ 33,609 വോട്ടും നേടി. നിലവിൽ MLA ആയിരുന്ന K രാധാകൃഷ്ണൻ MP ആയി തെരഞ്ഞെടുത്തതിനെ തുടർന്നാണ് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. കഴിഞ്ഞ 28 വർഷത്തോളമായി LDF ആണ് ചേലക്കര മണ്ഡലത്തിൽ വിജയിച്ചു വരുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് BJPക്ക് വൻ തിരിച്ചടി. UDFന് നേട്ടം, നില മെച്ചപ്പെടുത്തി LDF. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഏറ്റവും അധികം നഷ്ടം നേരിട്ടത് BJPക്ക്. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിൽ ശക്തമായ തിരിച്ചടിയാണ് BJP നേരിട്ടത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 50,220 വോട്ടുകൾ BJP നേടിയപ്പോൾ ഇത്തവണ 39,549 ചുരുങ്ങി. 10,671 വോട്ടിന്റെ കുറവാണ് BJPക്ക് ഉണ്ടായത്. UDFനാകട്ടെ 2021 54,079 വോട്ടുകൾ നേടിയപ്പോൾ ഇത്തവണ 58,389 വോട്ടായി വർദ്ധിച്ചു. 4,310 വോട്ടിന്റെ വർധനവാണ് UDFനുണ്ടായത്. LDFന് 2021 36,433 വോട്ടുകളാണ് ലഭിച്ചത്. ഇത്തവണ അത് 37,293 വോട്ടായി വർദ്ധിച്ചു. 860 വോട്ടിന്റെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഷാഫി പറമ്പിൽ MLA MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പിൽ 18,840 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് UDF പ്രവർത്തകർ പാലക്കാട് നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. പാലക്കാട് മണ്ഡലത്തിൽ ചരിത്ര വിജയം നേടിയ UDF പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ MP മാരായ VK ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത്. ഇതിനിടെ UDF പ്രവർത്തകർ CPIM ഓഫീസിന് മുൻപിൽ പടക്കം പൊട്ടിച്ചതിനെ ചൊല്ലി ചെറിയ തോതിൽ പോലീസുമായി തർക്കവുമുണ്ടായി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് UDF പ്രവർത്തകർ വടക്കഞ്ചേരിയിലും ആഹ്ലാദ പ്രകടനം നടത്തി.
പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തെ തുടർന്നാണ് വടക്കഞ്ചേരിയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത്. TV പരിസരത്ത് നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം വാദ്യമേളങ്ങളുടെ നഗരത്തിലൂടെ തങ്കം കവല ചുറ്റി തിരികെ മന്ന മൈതാനിയിൽ സമാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഇല്യാസ് പടിഞ്ഞാറേക്കളം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M ദിലീപ്, കോൺഗ്രസ് നേതാക്കളായ റിജി K മാത്യു, K മോഹൻദാസ്, ബാബു മാധവൻ, M മുത്തു തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകളിലേക്ക്. പാലക്കാട്ടിലേത് മതേതരത്വത്തിന്റെ വിജയമെന്ന് സന്ദീപ് വാര്യർ. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിനു പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ ശക്തികൾക്കേറ്റ ഏറ്റവും കനത്ത തിരിച്ചടിയാണ് പാലക്കാട്ട് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒറ്റക്കെട്ടായി UDF-നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിരിക്കുകയാണ്. മുസ്ലിം, ക്രിസ്ത്യാനി, ഹിന്ദു വിഭാഗങ്ങൾ ഒറ്റക്കെട്ടായി UDF-ന് വോട്ട് ചെയ്തെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. നഗരസഭയിലെ വോട്ടർമാരോട് പ്രത്യേക നന്ദിയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേശീയപാത റോയൽ ജംഗ്ഷൻ സമീപം ലോറി കയറി കുടുംബനാഥൻ മരിച്ചു. മഞ്ഞപ്ര 6-ാം തൊടി 4 സെന്റിൽ മാരിയാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. ശനിയാഴ്ച പകൽ 2:30 സംഭവം. റോയൽ ജംഗ്ഷനടുത്ത് പെട്രോൾ പമ്പിന് സമീപം നിർത്തിയിട്ടിരുന്ന ലോറിയുടെ മുൻഭാഗത്ത് കിടക്കുകയായിരുന്ന മാരിയുടെ ദേഹത്തിലൂടെ ലോറിയുടെ ചക്രങ്ങൾ കയറി ഇറങ്ങുകയായിരുന്നു. കർണാടക രജിസ്ട്രേഷനുള്ള ടാങ്കർ ലോറിയുടെ ഡ്രൈവർ ഭക്ഷണം കഴിക്കാനായി ലോറി റോഡരികിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്ന ശേഷം ലോറി എടുത്ത് പോകുകയായിരുന്നു. എന്നാൽ മുമ്പിൽ ആൾ കിടക്കുന്നത് കണ്ടിരുന്നില്ല എന്നാണ് കരുതുന്നത്. അപകടത്തിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ ഹോട്ടലിലെ CCTV-യിൽ പതിഞ്ഞിട്ടുണ്ട്. ലോറിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ലോറി കയറി ഇറങ്ങിയതിനെ തുടർന്ന് ഇയാൾ തൽക്ഷണം മരിച്ചു. മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ. ഭാര്യ യശോദ, മക്കൾ സൗമ്യ, അനിത, മായ, മരുമക്കൾ സന്തോഷ്, പ്രശാന്ത്, അജിത്ത്, സഹോദരങ്ങൾ രാമൻ, സുബ്രഹ്മണ്യൻ, ലക്ഷ്മി, പരേതയായ അമ്മാളു. മാസങ്ങളായി വേതനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള സ്കൂൾ വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുൻപിൽ ധർണ നടത്തി. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുജോബി ജോസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പാചക തൊഴിലാളികളുടെ അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കനിഞ്ഞു തരുന്ന ഒരു അവകാശമായിട്ടാണ് കേരളത്തിലെ കാലാകാലമായിട്ട് പ്രചരിപ്പിക്കുന്നത്. ഞങ്ങളുടെ ദയവ് കൊണ്ടാണ് സ്കൂൾ പാചക തൊഴിലാളികൾ ജീവിച്ചു പോകുന്നത്. ഞങ്ങൾ പൈസ കൊടുത്തില്ലെങ്കിൽ അവർ പട്ടിണിയിലാണ് എന്ന് പറയുമ്പോൾ തന്നെ ജൂൺ തൊട്ട് ഡിസംബർ വരെ കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന് എത്ര രൂപ കൊടുത്തു എന്ന് ഇന്നേ വരെ കേരള സർക്കാർ ജനങ്ങളോട് പ്രഖ്യാപിച്ചിട്ടില്ല. എത്ര കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന് വിദ്യാർത്ഥികളുടെ ദാരിദ്ര്യം അകറ്റാൻ, അവരുടെ പട്ടിണി അകറ്റാൻ എത്ര കോടി രൂപ തന്നു, എത്ര രൂപ ചെലവഴിച്ചു, എത്ര രൂപ തൊഴിലാളിക്ക് കൊടുത്തു, അങ്ങനെ വിവിധ കണക്കുകൾ വ്യക്തമായിട്ട് എത്ര തവണ കേന്ദ്ര സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. ജന്നത്ത് റഹ്മാൻ അധ്യക്ഷനായി. B ലക്ഷ്മി ദേവി, T ഓമന, ശാന്താചന്ദ്രൻ, PK ബിജു എന്നിവർ സംസാരിച്ചു. KSTA ആലത്തൂർ ഉപജില്ലാ സമ്മേളനം നടന്നു. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PA ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. K മനോജ് അധ്യക്ഷനായി. A ശ്രീനിവാസൻ, MB ഹരിശരയൻ, R പ്രശാന്ത്, KG രാജേഷ്, N ഹരിദാസ്, ആശാചന്ദ്രൻ, KB ബീന, KN കൃഷ്ണകുമാർ, K ജഗദീഷ്, M മിനി, KK ദിനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ പൊതുസമൂഹം ഏറ്റെടുത്ത സമരമായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ വിളിച്ചൊരു മുദ്രാവാക്യന്റെ പഴയ നേതാക്കന്മാർ പറയും, പട്ടിണിയിൽ സമരം നീണ്ടുപോകാൻ 40-50 ദിവസം കഴിഞ്ഞ് മുന്നോട്ട് പോകാൻ സമരം പൊടിയുമെന്നുള്ള ഘട്ടം വരെയാണ്. ഭക്ഷണം കഴിക്കാൻ വേറെ നിവൃത്തിയില്ല. അവിടുത്തെ കർഷകരും കർഷക തൊഴിലാളികളും അന്ന് വിളിച്ച മുദ്രാവാക്യം അരിയും കപ്പയും എത്തിയല്ലോ, സമരം തുടരൂ സഖാക്കളെ എന്നായിരുന്നു. കോട്ടയം ജില്ലത്തെ 3 അധ്യാപകരെ മാറ്റുന്ന കത്തോട്ട് നാട്ടുകാരാണ്. ഈ മാഷന്മാരെ ഒന്ന് മാറ്റണം. പല പട്ടണ സ്കൂൾ വളർന്നതുപോലെ ഇന്നൊരു വിഷയങ്ങളെ വളരുമോ? പ്രശ്നമൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആവണം. അതുകൊണ്ടാണ് ഈ സംഘടന ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ അതിൻ്റെ സമൂഹവുമായി അടുത്ത് ബന്ധമുള്ള പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്മേളനങ്ങളിൽ ഇത്തരം വിഷയങ്ങളിൽ ആഴത്തിലുള്ള ചർച്ചകൾ നടക്കും, ആലോചനകൾ നടക്കും. സാർവദേശീയ മേഖലയിൽ നാം നന്നായി പരിശോധിക്കും.